എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സയൻസ് വേൾഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 6 ചാപ്റ്ററുകളാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിലെ 1ാമത്തെ ചാപ്റ്റർ ഏതാണ്? യെസ്, മിഡീവൽ ഇന്ത്യ, ദി സെൻറ്റേഴ്സ് ഓഫ് പവർ. ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ കൂട്ടുകാർക്കെല്ലാം അറിയാവുന്ന ചില ചരിത്ര സ്മാരകങ്ങളുടെ ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെൻറ്റ്സിൻ്റെ ചിത്രങ്ങൾ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഈ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും ഒക്കെ ടി വിയിലും പത്രങ്ങളിലൊക്കെ കാണാറുള്ള ചിത്രങ്ങളാണ്. പലരും നേരിട്ട് പോയിട്ട് കണ്ടിട്ടുമുണ്ടാകും. ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ കൂട്ടുകാർ പറയണം ഇത് എന്തിൻ്റെ ചിത്രമാണ് എന്ന്. നോക്കൂ, 1ാമത്തേത് ഇതാ. ഇത് എന്തിൻ്റെ ചിത്രമാണ്? യെസ്, നിങ്ങൾ പലരും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഏതാണ്? കുത്തുബ് മിനാർ. മറ്റൊരു ചിത്രം നോക്കൂ, ഇതെവിടെയാ? ഇതേതാണ്? ഇതെന്താണ്? യെസ്, ഇതാണ് നമ്മുടെ അഭിമാനമായ റെഡ് ഫോർട്ട് അല്ലേ, ചെങ്കോട്ട എന്നൊക്കെ പറയും. നോക്കൂ, മറ്റൊരു ചിത്രം ഇതോ, ഇതാണ് ജുമാ മസ്ജിദ് അല്ലേ. ഇനി 2 ചിത്രങ്ങൾ കൂടെ മാഷ് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഇതിൽ ഇടത് ഭാഗത്ത് കാണുന്നത് എന്തിൻ്റെ ചിത്രമാണ്? ഇന്ത്യ ഗേറ്റിൻ്റെ ചിത്രമാണ് അല്ലേ. യെസ്, ഇത് കൂട്ടുകാർക്കറിയാമോ? ഒരു ഇരുമ്പ് സ്തംഭം, അയേൺ പില്ലർ. യെസ്, ഇതാണ് അയേൺ പില്ലർ ഓഫ് മെഹ്റൂലി എന്ന് പറയുന്നത്. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില ചരിത്ര സ്മാരകങ്ങളാണ്. ഇന്നും അതുപോലെ നിലനിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്? എവിടെയാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്? കൂട്ടുകാർക്കറിയാമോ? അതറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് കാണാം. നോക്കൂ, ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. കൊച്ചു കേരളം ഇതാ ഇവിടെ അല്ലേ. അയൽ സംസ്ഥാനമായ തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്. മാപ്പിനെ കുറിച്ച് ഒരു ധാരണ കൂട്ടുകാർക്ക് വേണം. സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ മാപ്പിനെക്കുറിച്ച്, ഭൂപടത്തെക്കുറിച്ചുള്ള അറിവ് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചരിത്ര സ്മാരകങ്ങൾ, ഇംഗ്ലീഷിൽ പറയും ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെൻറ്റ്സ്, എല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? യെസ്, ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് അറിയാം അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്, രാജ്യത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ്. ഇവിടെയാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ചരിത്ര സ്മാരകങ്ങളും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവയെല്ലാം ഡൽഹിയിൽ ഉണ്ടാവാൻ കാരണമെന്ന്? ഡൽഹിയിൽ എന്തുകൊണ്ട് ഇവയെല്ലാം വന്നു എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾ, എവിടെ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്? ഏകദേശം ഇവിടെയാണല്ലേ. ഡൽഹിയുടെ ചാരത്തുകൂടി ഒഴുകുന്നൊരു നദി കണ്ടോ നിങ്ങൾ? എന്താ ഈ നദിയുടെ പേര്? യമുന. യമുന ഉത്ഭവിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. അത് ഡൽഹിയുടെ ചാരത്തുകൂടി ഒഴുകി എവിടെ എത്തും? ഗംഗാ നദിയിലെത്തും. ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അതിൻ്റെ ഒരു പോഷക നദിയാണ് യമുന. യമുന സഞ്ചരിക്കുന്നത് ഡൽഹിയിലൂടെയാണ്. അപ്പം ഡൽഹിയെക്കുറിച്ചുള്ള കഥ പറയാൻ ഏറ്റവും നന്നായിട്ട് ആർക്കാണ് അറിയുക? യമുനക്കാണ് അറിയുക അല്ലേ. അപ്പം യമുന പറയുന്ന കഥയിൽ നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. നോക്കൂ, യമുന നിങ്ങൾക്കൊരു കത്തെഴുതുന്നത്, ഫ്രണ്ട്സ്, I am the river Yamuna. You might have heard of me. I am one of the tributaries of Ganga, the longest river in India. അല്ലേ, ഞാൻ ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. ട്രിബ്യൂട്ടറി എന്ന് വെച്ചാൽ പോഷക നദി. ഗംഗയുടെ പ്രത്യേകത എന്താ? ദി ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. I originate from the യമുനോത്രി in ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് ഞാൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. ഡൽഹി
ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓൺ മൈ വേ. നമ്മൾ ഭൂപടത്തിൽ കണ്ടല്ലോ, ഡൽഹിയുടെ അടുത്തുകൂടെയാണ് യമുന സഞ്ചരിക്കുന്നത്, അല്ലേ? ദി കുത്തബ് മിനാർ, ദി അയൺ പില്ലർ ഓഫ് മെഹ്റോലി, ദി ജുമാ മസ്ജിദ്, ദി റെഡ് ഫോർട്ട്, ദി ഇന്ത്യ ഗേറ്റ്, മെനി സച്ച് മെജസ്റ്റിക് ഹിസ്റ്റോറിക്കൽ മോണ്യൂമെന്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഹിയർ. ഡൽഹിയിലുള്ള പ്രധാന ചരിത്ര സ്മാരകങ്ങളുടെ പേരാണിതൊക്കെ. ഇതിലൊക്കെ ചിത്രം കൂട്ടുകാർ കണ്ടില്ലേ? യെസ്, ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയായിട്ട്, കാര്യമായിട്ട് നമ്മുടെ യമുന പറയുന്നത് എന്താണെന്നറിയോ? ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് സെവറൽ ഡൈനാസ്റ്റീസ്. എന്താ മക്കളെ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ? യെസ്, രാജവംശങ്ങൾ, അല്ലേ? ഡൽഹി ഒരുപാട് രാജവംശങ്ങളുടെ വളർച്ചക്കും തകർച്ചക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള മഹാനഗരമാണ്. ആ രാജവംശങ്ങളുടെ ഡൈനാസ്റ്റീസിൻ്റെ വളർച്ചയും താഴ്ചയും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പ്രധാനമായിട്ടും പോകുന്നത്. ഓക്കെ, യമുന പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് കൂട്ടുകാർ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ നോട്ട്ബുക്ക് എടുത്തോളൂ, എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ചാപ്റ്ററിൻ്റെ പേര് അതിമനോഹരമായിട്ട് എഴുതി വെച്ചോളൂ. എന്താ ചാപ്റ്ററിൻ്റെ പേര്? മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ മധ്യ കാലഘട്ടത്തിലെ ഇന്ത്യ, ദി സെൻറ്റേഴ്സ് ഓഫ് പവർ, അധികാര കേന്ദ്രങ്ങൾ. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെറുതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്നുള്ള രൂപത്തിലാണ് മാഷ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ എഴുതണേ. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ? എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ആൻസർ. എന്താണ്? യെസ്, റിവർ ഗംഗ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം വൺ ഓഫ് ദി ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ ഗംഗ. റിവർ ഗംഗയുടെ ഒരു പോഷക നദിയുടെ പേര് പറയൂ. ആരാ നമുക്ക് കഥ പറഞ്ഞു തന്ന ആള്? ആരാ കഥ പറഞ്ഞു തന്നത്? റിവർ യമുന. റിവർ യമുന ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്, പോഷക നദിയാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വേർ ഡസ് റിവർ യമുന ഒറിജിനേറ്റ്? എവിടെ നിന്നാണ് റിവർ യമുന ഉത്ഭവിക്കുന്നത്? യെസ്, ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്ന്. ഓർക്കാൻ നല്ല സൗകര്യമല്ലേ? യമുന ഒറിജിനേറ്റ് ചെയ്യുന്നത്, യമുന ഉത്ഭവിക്കുന്നത് യമുനോത്രിയിൽ നിന്നാണ്. നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുമ്പോൾ വെറുതെ കാണാതെ പഠിക്കാതെ അർത്ഥം കൂടെ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അർത്ഥവും സ്പെല്ലിങ്ങും ഒക്കെ പഠിക്കണം. അപ്പോൾ അറിയാത്ത വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇതേപോലെ മാഷ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് അറിയാത്തവർ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതേപോലൊരു ചിത്രം ഞാൻ സ്ക്രീനിൽ കാണിക്കും. അതാണ് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, 3 ചോദ്യങ്ങളായില്ലേ? ഇത്ര മാത്രമേ യമുന പറഞ്ഞിട്ടുള്ളൂ? അല്ലല്ലോ, വേറെയും ചില കാര്യങ്ങൾ യമുന പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാത്? 4ാമത്തെ ചോദ്യത്തിലൂടെ നമുക്കത് കാണാം. വിച്ച് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓൺ യമുനാസ് വേ? യമുന സഞ്ചരിക്കുന്ന വഴിയിലെ പ്രധാനപ്പെട്ട സിറ്റി ഏതാണ്? യെസ്, ഡൽഹി, അല്ലേ? യെസ്. 5ാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്കിത് എഴുതാം. വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ് ഇൻ ഡൽഹി? ഡൽഹിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മളിൻ്റെ ചിത്രവും കണ്ടതാ. ഏതൊക്കെയായിരുന്നു അത്? കുത്തബ് മിനാർ, ജുമാ മസ്ജിദ്, ദി റെഡ് ഫോർട്ട്, ദി ഇന്ത്യ ഗേറ്റ് ആൻഡ് ദി അയൺ പില്ലർ ഓഫ് മെഹ്റോലി, അല്ലേ? ഇവിടെ നമുക്കറിയാത്ത വാക്യതാ? ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ് ഒരു പക്ഷേ അറിയണമെന്നില്ല. ചരിത്ര സ്മാരകം, ചരിത്രം അവശേഷിപ്പിച്ച ഓർമ്മകൾ, അല്ലെ? ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങൾക്കാണ് ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? നോട്ട്ബുക്കിൽ ഭംഗിയായിട്ട് എഴുതണേ. ശരി, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതൊക്കെ എന്നാണ് കുത്തബ് മിനാറും ജുമാ മസ്ജിദും റെഡ് ഫോർട്ടൊക്കെ ഡൽഹിയിൽ സ്ഥാപിച്ചതെന്ന്? വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രമാണ്. എന്താ ചരിത്രം എന്ന് പറഞ്ഞാൽ? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പഠിക്കുക, അല്ലേ? സ്റ്റഡിയിങ് ഓഫ് ദി പാസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റഡി ഓഫ് ദി പാസ്റ്റിനെയാണ് ഹിസ്റ്ററി എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് വർഷമാണ് ജീവിക്കുന്നത്? യെസ്, നമുക്കറിയാം 2022 അല്ലേ? 2022 എന്ന് പറഞ്ഞാൽ ഏത് നൂറ്റാണ്ടിലാണ്? 21st സെഞ്ച്വറിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. 21st സെഞ്ച്വറി എന്നാ തുടങ്ങുക? 2001 എന്നാ അവസാനിക്കുക? 2100 അല്ലേ? അപ്പം 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് അറിയണ്ടേ? അങ്ങനെ അറിയാൻ വേണ്ടി ചരിത്രത്തെ ചരിത്രകാരന്മാർ, ഹിസ്റ്റോറിയൻസ് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അതിൽ ഒന്നാമത്തെ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആൻഷ്യന്റ് പീരീഡ്, പുരാതന കാലം എന്ന് നമുക്ക് മലയാളീകരിക്കാം. ഓക്കെ, രണ്ടാമത്തത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാ? മിഡീവൽ പീരീഡ്, മധ്യ കാലഘട്ടം. മൂന്നാമത്തെ കാലഘട്ടത്തെ നമ്മൾ മോഡേൺ പീരീഡ് എന്ന് പറയും. ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത് ഹിസ്റ്ററി പഠിക്കാനുള്ള സൗകര്യത്തിനാണ്. മിഡീവൽ പീരീഡ് എന്നാ തുടങ്ങുന്നതെന്നറിയോ? ക്രിസ്ത്യൻ ഇയറ, 8th സെഞ്ച്വറി മുതൽ ക്രിസ്ത്യൻ ഇയറ CE 18th സെഞ്ച്വറി വരെയാണ്. അപ്പോൾ 8th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ ഏത് വർഷമായിരിക്കും? AD 701 മുതൽ AD 1800 വരെയാണ് മിഡീവൽ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1100 വർഷത്തെ ചരിത്രമാണ് മിഡീവൽ പീരീഡിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ 1800 കഴിഞ്ഞു, 2000 കഴിഞ്ഞു, 2022 ആയില്ലേ? അപ്പോൾ 220 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് മിഡീവൽ പീരീഡ്. 1100 വർഷങ്ങളുടെ ചരിത്രമാണ് അതിലുള്ളത്. അപ്പം മിഡീവൽ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദി പീരീഡ് ബിറ്റ്വീൻ the 8th century and 18th century is known as medieval period in Indian history. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് സൂചിപ്പിക്കുന്ന മിഡീവൽ പീരീഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഗുഡ്. നമുക്ക് എന്ത് ചെയ്യാം? അത് നോട്ട്ബുക്കിലേക്ക് അങ്ങ് എഴുതാം. എന്താ മിഡീവൽ പീരീഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു വി മീൻ ബൈ ദി മിഡീവൽ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി? നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? ദി പീരീഡ് ബിറ്റ്വീൻ the 8th century and 18th century is known as the medieval period in Indian history. അർത്ഥമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ശരി, ഇനി എന്തുകൊണ്ടായിരിക്കും ഇത്ര വിശാലമായ ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ ഈ ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ്സ് ഒക്കെ ഉണ്ടാവാൻ കാര്യം? അവിടെയായിരിക്കും അന്ന് ഭരിച്ചിരുന്നവർ അവരെ ഭരണസിരാ കേന്ദ്രമായിട്ട് സെലക്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഡൽഹിയെ അങ്ങനെ ഭരണസിരാ കേന്ദ്രമായിട്ട്, ഭരണത്തിൻ്റെ ആസ്ഥാനമായിട്ട് സെലക്ട് ചെയ്യാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത് എന്താണെന്ന് കൂട്ടുകാർക്ക് തന്നെ കണ്ടെത്താം. എങ്ങനെ കണ്ടെത്തും? ഈ മാപ്പ് ഒന്ന് നോക്കിയാൽ മതി. ഡൽഹി കണ്ടില്ലേ നിങ്ങൾ? ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട തൊട്ടടുത്തുള്ള ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ചില കാര്യങ്ങളൊക്കെ കണ്ടോ? എന്തൊക്കെയാണ് കൂട്ടുകാർ കണ്ടത്? ആദ്യം തന്നെ മനസ്സിലാവുന്നത് ഡൽഹി ഡൽഹി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഇൻഡോ ഗംഗറ്റിക് പ്ലെയിനിലാ അല്ലേ? ഇൻഡോ ഗംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുമ്പോൾ സിന്ധു ഗംഗ സമതലത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി സ്ഥിതി ചെയ്യുന്നത് അല്ലേ? എന്താ ഈ സിന്ധു ഗംഗ സമതലത്തിന്റെ പ്രത്യേകത? യെസ്, ഫലഭൂയിഷ്ഠമായ മണ്ണാ. ഫലഭൂയിഷ്ഠമായ മണ്ണാവുമ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ നല്ല സൗകര്യ, കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നല്ല വിളകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് അവിടെ ജീവിക്കാൻ സൗകര്യമല്ലേ? അതുകൊണ്ടാണ് ഡൽഹി അന്നത്തെ അധികാരികൾ അവിടെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, അവരെ രാജഭരണം നടത്തുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലേ? അതിന് തടയാൻ ആരുണ്ട് ഇവിടെ? ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്, ആരവല്ലി പർവ്വത നിരകളുണ്ട്. ഓക്കെ, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് ഒരു കോട്ട പോലെ ഡൽഹിയെ സംരക്ഷിക്കുന്നു അല്ലേ? പിന്നെ നമ്മോട് നേരത്തെ കഥ പറഞ്ഞ യമുന റിവർ ഉണ്ടല്ലോ, അത് ഡൽഹിയുടെ ചാരത്ത് കൂടിയല്ലേ ഒഴുകി പോകുന്നത് അല്ലേ? യമുന റിവർ കൊണ്ട് എന്തെല്ലാം പ്രയോജനമാ? ഡൽഹിക്ക് ആവശ്യമായ വാട്ടർ സപ്ലൈ നൽകും അല്ലേ? വെള്ളം നൽകും. കൂടെ അന്ന് ഇന്നത്തെ പോലെ വാഹനങ്ങളോ എയറോപ്ലെയിനുകളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമല്ലേ? അപ്പം ജലഗതാഗതം, വെള്ളത്തിലൂടെയുള്ള യാത്രയെ ഈ യമുന റിവർ എന്ത് ചെയ്തു? സൗകര്യം ചെയ്തു കൊടുത്തു. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഡൽഹിയിലേക്ക് അന്നത്തെ ഭരണാധികാരികളെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണല്ലേ? ഭംഗിയായിട്ട് ഈ ഒരു കാര്യം നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. വാട്ട് വർ ദി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ? ദാറ്റ് മോട്ടിവേറ്റഡ് ദി റൂളേഴ്സ്, ഭരണാധികാരികളെ മോട്ടിവേറ്റ് ചെയ്തത്, പ്രചോദിപ്പിച്ചത് ടു ഓപ്റ്റ് ഡൽഹി ആസ് ദി സെന്റേഴ്സ് ഓഫ് ദിയർ പവർ. അവരുടെ അധികാരത്തിൻ്റെ കേന്ദ്രമായിട്ട് ഡൽഹിയെ ഓപ്റ്റ് ചെയ്യാൻ, സിലക്ട് ചെയ്യാൻ, തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാ? 3 പ്രത്യേകതകൾ. ഒന്നാമത്തേത്, യെസ്, ഡൽഹി സിറ്റുവേറ്റഡ് ഇൻ ദി ഇൻഡോ ഗംഗറ്റിക് പ്ലെയിൻ. ഇവിടെയാണ് ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത്, സിന്ധു ഗംഗ സമതലത്തിൽ. അതുകൊണ്ട് എന്താ ഗുണം? ദി ഫെർട്ടിലിറ്റി ഓഫ് ദി റീജിയൻ, ഈ ഭാഗത്തിൻ്റെ, ഈ ദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠത ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോസസ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് അവർക്ക് നൽകി. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? യെസ്, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് ഹെൽപ്ഡ് ഡൽഹി
ടു റെസിസ്റ്റ് ഇൻവേഷൻ ഓഫ് എനിമീസ്. അരവല്ലി പർവ്വതനിരകൾ ഡൽഹിയെ സഹായിച്ചു. എന്തിനു വേണ്ടി? ഈ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ തടയാൻ വേണ്ടി, ചെറുക്കാൻ വേണ്ടി, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇൻവേഷൻസ് എന്ന് പറയുമ്പോൾ ആക്രമണങ്ങൾ, എനിമീസ് ശത്രുക്കളുടെ, അല്ലേ? കൂടാതെ പർവ്വതനിരകളിൽ റോക്സ് ഉണ്ടാവും, ധാരാളം പാറക്കെട്ടുകൾ ഉണ്ടാവും, അല്ലേ? അവിടെ നിന്നൊക്കെ കല്ലുകളൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ട് അവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനും കോട്ടകൾ ഉണ്ടാക്കാനും നമ്മൾ നേരത്തെ കണ്ട ഹിസ്റ്റോറിക്കൽ മ്യൂണമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ സഹായിച്ചു. ദി മാസീവ് റോക്സ് ഓഫ് ദിസ് മൗണ്ടൈൻ, ഈ പർവ്വതത്തിൽ നിന്ന് കിട്ടുന്ന ധാരാളം പാറകൾ സപ്ലൈഡ് ദി സ്റ്റോൺസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ്. കല്ല് നൽകി. എന്തിനുള്ള കല്ലാണ് നൽകിയത്? ഫോർട്ടുകൾ സ്ഥാപിക്കാൻ, നിർമ്മിക്കാൻ, കോട്ടകൾ നിർമ്മിക്കാൻ ആൻഡ് ബിൽഡിങ്സ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ റിവർ യമുനയാണ്. അത് ഫെസിലിറ്റേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്തു. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ജലഗതാഗതത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു, സുഗമമാക്കി. ആൻഡ് വാട്ടർ സപ്ലൈ, എൻഷ്വർ വാട്ടർ സപ്ലൈ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എൻഷ്വർ വാട്ടർ സപ്ലൈ ഫോർ ഡൽഹി. ഡൽഹിക്ക് ആവശ്യമായ വെള്ളം, ജലവും നൽകി. ഈ 3 പോയിന്റ്സ് ആണ് ഡൽഹിയെ അന്നത്തെ റൂളേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച 3 കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മാഷൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇൻഡോ ഗംഗറ്റിക് പ്ലെയിനിലാണ് ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത്. 2, ആരവല്ലി മൗണ്ടൈൻ റേഞ്ചസ് ആണ്. 3, റിവർ യമുനയാണ്. ഓക്കെ, ഇതിൽ കുറച്ച് വാക്കുകളൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പുതിയതായിരിക്കും, അല്ലേ? അതറിയാൻ വേണ്ടി ഞാൻ ഇതിൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവുള്ള, എല്ലാവർക്കും അറിയാമായിരിക്കും, ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കാണാതെ പഠിക്കാതെ അർത്ഥം കൂടെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡൽഹിയെ അന്നത്തെ ഭരണാധികാരികൾ ഭരണസിരാകേന്ദ്രമായിട്ട് സെലക്ട് ചെയ്തത്. ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് അവർ ഇന്ത്യ മൊത്തം ഭരിച്ചത്, അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഡൽഹി ഭരിച്ചത്? ആദ്യം ആരാണ് ഡൽഹിയിൽ വന്നത്? പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർ ഡൽഹിയിൽ നിന്ന് പോയത്? അപ്പോൾ അവർക്ക് ശേഷം പിന്നെ ആരാ വന്നത്? അങ്ങനെ ഈ 1100 വർഷങ്ങളുടെ, അല്ലേ, മിഡീവൽ പീരീഡിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കേണ്ടേ. രസകരമായ ചരിത്രമാണ്, ഒരു കഥ പോലെ പഠിക്കാവുന്ന ചരിത്രമാണ്. ആ ചരിത്രം നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം, ആരാണ് ഇന്ത്യ ഭരിച്ചതെന്നും എങ്ങനെയാണ് അവർ ഭരിച്ചതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കേൾക്കാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് നോട്ടിൽ മനോഹരമായി എഴുതി അടുത്ത ക്ലാസ്സിൽ വരൂ. ഓക്കെ, ഗുഡ് ബൈ.